7 ഗോൾഡൻ റൂളുകളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ബാങ്കിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു 2-3 കാര്യങ്ങളുണ്ട്. വളരെ പ്രധാനമുള്ള അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ എമർജൻസി ഫണ്ട് നിങ്ങൾ ബിൽഡ് ചെയ്തിരിക്കണം. കാശ് അധികം നിങ്ങളുടെ കയ്യിലില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനൊരു ഫണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഞാൻ ഉദ്ദേശിച്ചത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അംബാനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യമല്ല പറയുന്നത്. സാധാരണക്കാർക്ക് അങ്ങനെ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ വളരെയധികം സഹായിക്കും പല ദുർഘട നിമിഷങ്ങളിലും. എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഈ പറയുന്ന വരുമാനം നിങ്ങൾക്ക് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? എങ്ങനെ നിങ്ങൾ ജീവിക്കും? നെക്സ്റ്റ് ഒരു 6 മാസം നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? സോ നിങ്ങൾക്കൊരു 6 മാസം തൊട്ടിട്ട് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിലും നിങ്ങൾക്ക് വരുമാനം വരുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഫാമിലി, നിങ്ങളടങ്ങുന്ന നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എമർജൻസി ഫണ്ടിൻ്റെ ഉദ്ദേശം. സോ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് വരുന്ന പല കാര്യങ്ങളെയും മറികടക്കുന്നതിന്, നിങ്ങളുടെ ഫാമിലി സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നതിനും, ഒരു പ്രശ്നം നിങ്ങളെയും നിങ്ങളുടെ ഫാമിലിയും ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട്, ഐഡിയലി പറയുകയാണെങ്കിൽ ഒരു 6 to 12 മന്ത്സിൽ നിങ്ങളുടെ എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം ഫാമിലിയുടെ റൺ ആവാൻ എത്ര എമൗണ്ട് വേണമോ അത്രയും എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇനി ആ പറയുന്ന എമൗണ്ടിൽ കണക്കുകളുണ്ട്. അതായത് നിങ്ങൾ ഈ പറയുന്ന എമൗണ്ട് ഉണ്ടല്ലോ, 7 മാസം നിങ്ങൾക്ക് സുഖമായിട്ട് കഴിയാനുണ്ടാക്കി വെച്ചിരിക്കുന്ന നിങ്ങളൊരു എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ടിൻ്റെ ഒരു 70% നിങ്ങൾ FD ആയിട്ട് ഇടണം എന്നാണ് പറയുന്നത്. FD ആയിട്ട് നിങ്ങളൊരു 70% ഇടണം. പിന്നെ പറയുന്ന 20% നിങ്ങൾ സാധാ ബാങ്ക് അക്കൗണ്ടിൽ SBIയിലോ ഏതെങ്കിലും ഒരു സേവിങ് അക്കൗണ്ടിൽ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. പിന്നെ വരുന്ന 10% ലിക്വിഡ് ക്യാഷായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നല്ലതാണ്. പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് അത്യാവശ്യത്തിന് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ നിങ്ങൾക്ക് പറയുന്ന എമർജൻസി ഫണ്ടിന് വേണ്ടി നിങ്ങൾ ATMയിലേക്കോ ബാങ്കിലേക്കോ ഓടേണ്ട അവസ്ഥ വരരുത്. ഇന്നത്തെ കാലത്ത് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡൊക്കെ ഹോസ്പിറ്റലും എവിടെ പോയാലും സ്വൈപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ബാങ്കിൽ ഇടുന്നത് തന്നെയാണ് ബുദ്ധി. പഴയ കാലത്താണെങ്കിൽ പറയും നിങ്ങളിത് കയ്യിൽ വെക്കണം എന്നുള്ളത് പറയും. അപ്പോൾ ഈ ഒരു റേഷ്യോ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എമർജൻസി ഫണ്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻഷുറൻസ് ആണ്. എങ്ങനെ? ലൈഫ് ഇൻഷുറൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ലൈഫ് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ LIC എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ വന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് അവെയറായിരിക്കും ഈ സാധനങ്ങളൊക്കെ കുറിച്ചിട്ട്. നമുക്കൊരു ഇൻഷുറൻസ് വേണം, നമുക്കൊരു വരുമാനം വേണം, ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു ബൾക്ക് എമൗണ്ട് കിട്ടണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ? പക്ഷേ പല ആൾക്കാർക്കും ഒരു കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ്, നമ്മൾ എത്ര രൂപയ്ക്ക് കവറേജ് എടുക്കണം, എത്ര രൂപ നമ്മൾ കവറിങ് വെച്ചിട്ട് വേണം ഇൻഷുറൻസിൽ ചേരാൻ. അതിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആൻസർ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് നിങ്ങൾ എത്ര സാലറീസ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 30,000 രൂപ ഒരു ശമ്പളം ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ 12 മാസം കൂടുമ്പോൾ 12 3 36, ഒരു 3.5 ലക്ഷത്തിൻ്റെ മുകളിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? സോ ആ 3.5 ലക്ഷമാണ് ഒരു വർഷത്തെ നിങ്ങളുടെ വാർഷിക വരുമാനം. അപ്പോൾ ആ ഒരു വാർഷിക വരുമാനത്തെ ഒരു 25 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? അപ്പോൾ 3,60,000 രൂപ ഇൻറ്റു 25. എനിക്ക് കണക്കിലൊക്കെ ഞാൻ വളരെ വീക്കാണ്. എങ്ങനെ പോയാലും നിങ്ങൾക്കൊരു കോടിയുടെ മുകളിൽ വരേണ്ട അവസ്ഥ ഉണ്ടാവും അല്ലേ? എനിവേ അത്രയും എമൗണ്ട് ആയിരിക്കണം നിങ്ങളുടെ ഈ പറയുന്ന കവറേജ് എമൗണ്ട്. ഇൻഷുറൻസിൻ്റെ ഒരു കവറേജ് എമൗണ്ട് ഉണ്ടല്ലോ ലൈഫ് ഇൻഷുറൻസിൻ്റെ, അത് നിങ്ങൾക്കായാലും നിങ്ങളുടെ ഫാമിലിക്കാണെങ്കിലും ശരി, എല്ലാവർക്കും എടുക്കുമ്പോൾ ഈ ഒരു കവറേജ് അതിനകത്ത് പെടണം. സോ ആ 1 കോടിക്ക് മേലെ ആയിരിക്കണം. എത്രയാണ് കണക്കെന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. സോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം. നിങ്ങളുടെ സാലറി എത്രയാണോ അതേ ഗുണിക്കണം 25, അതാണ് അതിൻ്റെ കവറേജ് എമൗണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നതും ഇൻഷുറൻസ് തന്നെയാണ് സംഭവം. അത് നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് അല്ല, ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. പലപ്പോഴും ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇപ്പോൾ നമ്മളെ കാര്യമായിട്ട് ആക്രമിക്കുന്ന സമയമാണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലേ? സോ ഇങ്ങനെയുള്ള പല അസുഖങ്ങളും വരുന്ന സാഹചര്യത്തിൽ ആസ്പത്രികളിൽ പോയിട്ട് ഒരുപാട് പണം ചെലവഴിക്കാനുള്ള എല്ലാ വകുപ്പും ഇന്നുണ്ടാകുന്നുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തിരിക്കേണ്ടതാണ്. നിങ്ങൾക്കും വേണം, നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കും വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമുള്ള ആൾക്കാർ നിങ്ങളുടെ ഫാമിലിയിലുണ്ടെങ്കിൽ അവർക്കൊരു തനിച്ചൊരു രീതിയിൽ നിങ്ങൾ എടുക്കണം. കാരണം അവരുടെ പ്രീമിയം ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അതല്ലാത്ത മറ്റുള്ള ആൾക്കാരൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് അവരവരുടേതായിട്ടുള്ള ഒരു എമൗണ്ട് പ്രീമിയം വേണ്ടി വരുള്ളൂ. ചെറുതായിട്ട് ആയിരിക്കും പ്രീമിയം വരുള്ളൂ, കാരണം യങ് ആയിരിക്കുമല്ലോ. സോ പ്രായമുള്ളവർക്കും അല്ലാത്തവർക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അനിവാര്യമായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. ഇതൊക്കെ എവിടെയെങ്കിലും കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളിൽ പെട്ട കാര്യങ്ങളാണ്. അതായത് ഫസ്റ്റ് പോയിന്റിൽ വരുന്നതാണ് ഈ 3 കാര്യങ്ങളും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വരുമാനം അത് എത്രയോ ആയിക്കോട്ടെ,
ഇപ്പോൾ 10,000 ആണെങ്കിലും മാസം 20,000 ആണെങ്കിലും 50,000 ആണെങ്കിലും 75,000 ആണെങ്കിലും എത്രയോ ആയിക്കോട്ടെ, നിങ്ങളുടെ മാസ വരുമാനത്തിൻ്റെ 20% നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കണം. എന്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? എന്താ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ ഫ്യൂച്ചറിലേക്ക് ഒരുപാട് കാലം കഴിഞ്ഞ് നമുക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു വരുമാനം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ബിഗ് എമൗണ്ട് അല്ലേ. നമുക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ കല്യാണം വരാനുള്ള സാഹചര്യമുണ്ട്, കുട്ടികളുടെ പഠിപ്പ് വരാനുള്ള സാഹചര്യമുണ്ട്, കുട്ടികളുടെ കല്യാണം വരാനുള്ള ചാൻസ് ഉണ്ട്, അവരുടെ ഉപരിപഠനം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പൈസ പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഇതൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് മരണം വരെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഇത്തരം സാഹചര്യങ്ങളിൽ ഈ പറയുന്ന ഒരു ഫ്യൂച്ചറിലേക്ക് വേണ്ടുന്ന ഒരു കോർപ്പസ്, ഒരു ബൾക്ക് എമൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. സോ വീട് വാങ്ങാനാണെങ്കിലും വണ്ടി വാങ്ങാനാണെങ്കിലും ഫ്യൂച്ചറിലെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അത് നിങ്ങളുടെ വരുമാനത്തിൻ്റെ 20% അതിനായിട്ട് തന്നെ അങ്ങ് മാറ്റി വെക്കണം. മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു 30% മാത്രമായിരിക്കണം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സിനിമ കാണാൻ പോകുന്നതാണെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിട്ടൊന്ന് ഫുഡ് അടിക്കാൻ പോവുക, ഔട്ടിങ്ങിന് പോവുക, ടൂറ് പോവുക, ട്രാവൽ അല്ലേ, കറങ്ങാൻ പോവുക. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ലൈഫ് ചില്ല് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിലെ ലക്ഷറിക്ക് വേണ്ടി ചിലവാക്കാൻ 30% മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ. നിങ്ങളുടെ മൊത്തം വരുമാനത്തിൻ്റെ 30%. അതിലും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് തട്ടാവുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 30,000 രൂപ ശമ്പളമുള്ള ഒരാൾക്ക് ഒരു 27,000 രൂപ, റൗണ്ട് ഫിഗർ പറയുകയാണ് കണക്ക് കൂട്ട എളുപ്പത്തിന് വേണ്ടി, ഒരു 27,000 രൂപ വിലയുള്ളൊരു ഫോൺ വാങ്ങണം. ഐഫോണൊന്നും കിട്ടില്ല, നല്ല വിലയാണ്, പഴയ മോഡലൊക്കെ കിട്ടുമായിരിക്കും. സോ ഒരു ഫോൺ വാങ്ങണം. ഈ ഫോൺ വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യും? 30% നമുക്ക് ശമ്പളത്തിൽ നിന്ന് എടുത്തു വയ്ക്കാനുള്ള വകുപ്പുള്ളൂ ഇങ്ങനത്തെ ലക്ഷറിക്ക് വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാത്തൊരു സാധനം വാങ്ങുന്നതിന്, അതാണ് ലക്ഷറി അല്ലേ. സോ അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളൊരു 3 മാസം കാത്തിരിക്കേണ്ടി വരും അല്ലേ, 27,000 ആകണമെങ്കിൽ. അപ്പോൾ 30,000-ൻ്റെ ഒരു 30% എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 9,000 രൂപയൊക്കെ വരില്ലേ. കണക്ക് ശരിയായിരിക്കും തോന്നുന്നു, ഞാൻ കണക്കിൽ ഭയങ്കര വീക്കാട്ടോ. അപ്പോൾ ഈ 9,000 രൂപ എന്ന് പറയുന്നതിന് ഒരു 3 മാസം നമ്മൾ എടുത്തു വെച്ചെങ്കിൽ മാത്രമേ 77,000 ആവുള്ളൂ. സോ നമുക്കൊരു മൊബൈൽ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സംഗതി വേറെ വഴിക്ക് നമ്മൾ പണം ചിലവാക്കി വേറെ വഴിക്ക് മാറ്റി ചിലവഴിച്ചെങ്കിൽ നമ്മൾ പിന്നെയും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും ആ 27,000 ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലേ. സോ അങ്ങനെ എടുത്തു വെച്ചിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. നമ്മളുടെ മറ്റേ എമൗണ്ടിലേക്കും മറ്റേ പേഴ്സൻറ്റേജിലേക്കും ഇത് കടന്നു കയറാൻ പാടില്ല. 30%-നുള്ളിൽ നിൽക്കണം നിങ്ങളുടെ ലക്ഷറി ആയിട്ടുള്ള ആവശ്യങ്ങൾ. ഫോണാണെങ്കിലും ശരി, ഒരു പടത്തിന് പോയിട്ട് അടിച്ചു പൊളിക്കുന്നതാണെങ്കിലും ശരി, എന്ത് ലക്ഷറി പരിപാടിക്ക് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ശരി, ഇതിനകത്ത് നിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് സേഫായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാനുണ്ട്. ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ പൈസ ചിലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമുണ്ട്, എപ്പോഴും കടമെടുത്തും കൊണ്ടുള്ളൊരു പരിപാടിക്ക് നിങ്ങൾ ഇറങ്ങരുത്. ലോൺ എടുത്തും കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ട് ഇറങ്ങരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് EMI എടുത്തുകൊണ്ട് പരമാവധി നിങ്ങളൊരു സാധനം വാങ്ങാതിരിക്കാൻ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്ന ആൾക്കാരോട് പറയാനുള്ള EMI ആയിട്ടോ ലോണായിട്ടോ ഉള്ള പരിപാടിയിലേക്ക് പരമാവധി പോകാതിരിക്കുക. ഇത് മണി റൂളിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഒരുപാടുണ്ടായിരിക്കും. മനസ്സമാധാനം, അങ്ങനെ പല കാര്യത്തിലും നിങ്ങൾക്ക് ഗുണം ചെയ്യും. ആലോചിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നാലാമത്തെ ഒരു മണി റൂൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ നോളജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെന്ന് അപ്പ് സ്കില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര പണം എടുത്തു വെക്കണം, അതിനുവേണ്ടി നിങ്ങൾ എത്ര ഉപയോഗിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനകത്ത് ഞാനൊരു പെർസെൻറ്റേജ് എഴുതി വെച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന്, നിങ്ങളുടെ നോളജ് ഡെവലപ്പ് ചെയ്യുന്നതിന്, നിങ്ങളുടെ വരുമാനം കൂട്ടുന്നതിന് നിങ്ങൾ എന്ത് ചെയ്താലും ശരി അതൊക്കെ ബോണസാണ്, അതൊക്കെ ഗുണം തന്നെയാണ്. നിങ്ങൾ കടമെടുത്തിട്ടാണെങ്കിൽ പോലും നിങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചാൽ അത് നല്ല കാര്യമാണ്. കാരണം ആ എഡ്യൂക്കേഷൻ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? കൂടുതൽ മികച്ച നിങ്ങളുടെ ലൈഫ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഡോക്ടർമാരൊക്കെ കണ്ടിട്ടില്ല, നല്ല പണം അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടാകും, MBBS ഒക്കെ കഴിഞ്ഞ് സ്പെഷ്യലൈസ് ഒക്കെ ചെയ്തിട്ട്. ഇതൊക്കെ ഇവർ നല്ല രീതിയിൽ പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കുകയും ചെയ്യും. അതിൻ്റെ ഡബിളും ത്രിബിളും ഒക്കെ അവർ തിരിച്ചെടുക്കും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സമയത്തിൻ്റെ വിലയാണ്. ഇപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ സമയത്തിൻ്റെ വില എത്ര, നിങ്ങളുടെ ഒരു മണിക്കൂറിൻ്റെ വില എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പലപ്പോഴും പല ആൾക്കാർക്കും അങ്ങനെ ഒരു ആൻസർ ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ കേട്ടിട്ട് പോലും ഉണ്ടായിരിക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഉണ്ടാകരുത്. നിങ്ങളുടെ സമയത്തിനൊരു മൂല്യം നിങ്ങൾക്ക് നിശ്ചയിക്കാൻ പറ്റണം. ആ പറ്റുന്ന ആ ഒരു വിലയുണ്ടല്ലോ, നിങ്ങളൊരു മണിക്കൂറിന് ഇത്രയാണ് ഇട്ടിരിക്കുന്നത്, ആ വില നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റണം ഭാവിയിൽ. അതായത് ഇപ്പോൾ നിങ്ങൾ ജോലിയിൽ നിന്നാണെങ്കിലും ശരി, അല്ലാതെ പുറത്തു നിന്നാണെങ്കിലും ശരി, മൊത്തമായിട്ട് നിങ്ങളിപ്പോൾ ഒരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ആ വരുമാനത്തെ നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസം 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ
ആ ഒരു 8നെ നമുക്കൊരു ഒരു മാസം 30 ദിവസമല്ലേ, 30 ദിവസം കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കുക. അപ്പോൾ 3×8 = 24, ഒരു 240 ഹവർ നിങ്ങൾക്ക് ഒരു മാസം വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ഡിവൈഡഡ് ബൈ ആ 240, അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? അതായിരിക്കും നിങ്ങളുടെ ഒരു മണിക്കൂറിൻ്റെ ഒരു വരുമാനം അല്ലേ, ഒരു മണിക്കൂറിൻ്റെ ഒരു വാല്യൂ. അതിൽ നിന്ന് ഒരു 50 100 നിങ്ങൾ കൂട്ടി വയ്ക്കുക. അതായത് കൂട്ടി നമ്മൾ കണക്ക് കൂട്ടുക. ഇപ്പോൾ ഒരു 300 കിട്ടിയെങ്കിൽ 400 ആക്കുക, 600 കിട്ടിയെങ്കിൽ നിങ്ങളൊരു 700 750 ആക്കുക, ഒരു 100 150 കൂട്ടുക. അപ്പോൾ അതായിരിക്കണം നിങ്ങളുടെ ഒരു വാല്യൂ ഓഫ് ടൈം അപ്പം ഉള്ളത്. അതിൽ നിന്ന് എങ്ങനെ മുകളിലേക്ക് പോകാം എന്നുള്ളതിനെ കുറിച്ചിട്ടായിരിക്കണം നിങ്ങളുടെ ചിന്ത. കൂടുതൽ പഠിച്ചിട്ട് പ്രൊഡക്റ്റീവായിട്ട് പണം ഉണ്ടാക്കാനുള്ള വഴികൾ കണ്ടുപിടിച്ച്, ബിസിനസ് ആണെങ്കിൽ അതിനകത്ത് കൂടുതൽ നോളജ് കണ്ടെത്തിയിട്ട് എങ്ങനെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാം, എങ്ങനെ സ്മാർട്ടായിട്ടുള്ള രീതിയിൽ ബിസിനസ് ചെയ്യാം. പഴയ രീതിയൊക്കെ ആൾക്കാർ വിട്ട് കളഞ്ഞു. ഇപ്പോൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് മാർക്കറ്റ് ചെയ്ത് അതൊക്കെ മാറി. ഇപ്പോഴൊക്കെ സ്മാർട്ടായിട്ട് എങ്ങനെയല്ലേ എഫേർട്ട് കുറച്ച് കൂടുതൽ റിട്ടേൺ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ ആൾക്കാരുടെയൊക്കെ ചിന്ത. സോ നിങ്ങളുടെ സ്കില്ലും നോളജൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ പറയുന്ന ക്വാളിറ്റി ഓഫ് ടൈം അല്ലെങ്കിൽ വാല്യൂ ഓഫ് ടൈം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. 6ാമത്തെ മണി റൂൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ളതിലായിരിക്കണം നിങ്ങൾ പണം ചിലവഴിക്കേണ്ടത്. ആവശ്യം എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യമുള്ളതിലായിരിക്കണം എന്നുള്ളത് കുറച്ചും കൂടി എടുത്തു പറയാം. ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഗുണമുള്ളതായിരിക്കണം. ഒരു സാധനം വാങ്ങാൻ നിങ്ങൾ പൈസ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിരിക്കണം. 1 2 തവണയല്ല, അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ മെച്ചമുണ്ടാക്കാൻ പറ്റണം. ചില ആൾക്കാർ ക്യാമറ വാങ്ങാറുണ്ട് അല്ലേ. ഈ ക്യാമറ വാങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ 2 3 തവണ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. പിന്നെ അതിൻ്റെ കഷ്ടം ആലോചിച്ചിട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് വല്ല മൊബൈൽ എടുത്തിട്ടായിരിക്കും പിന്നെ ഫോട്ടോ എടുക്കുന്നുണ്ടാവുക. വീട്ടിൽ പൊടി പിടിച്ചിട്ട് ആ ക്യാമറ അവിടെ ഇരിക്കുന്നുണ്ടാവും ഭദ്രമായിട്ട്. സോ അതിൻ്റെ ഉപയോഗം കുറവായി. നമ്മൾ കൊടുത്ത് വാങ്ങിയത് ഒരു 10 70,000 രൂപ കൊടുത്ത് വാങ്ങിയ ക്യാമറ ആയിരിക്കും. 3 4 തവണ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. സോ 3 4 തവണയ്ക്ക് ഒരു 80,000 രൂപയ്ക്ക് വാങ്ങിയ സാധനം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ പെർ യൂസിന് നിങ്ങൾ ചിലവാക്കിയത് 20,000 രൂപയായിട്ട് കണക്കൂട്ടേണ്ടി വരും അല്ലേ. സോ 4 യൂസ് എന്ന് പറയുമ്പോൾ 80,000. സോ ഒരു യൂസിന് 20,000 രൂപ എന്നൊക്കെ പറയുകയാണെങ്കിൽ കടുപ്പം തന്നെയല്ലേ. പിന്നെ നിങ്ങൾ മൊബൈലിലേക്ക് ആയിരിക്കും അത് മാറിയിട്ടുണ്ടാവും ഉപയോഗം എന്ന് പറയുന്നത്. സോ നമ്മൾ വാങ്ങുന്നത് ആവശ്യത്തിനാണോ അതോ അത്യാവശ്യത്തിനാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അത്യാവശ്യത്തിനായിട്ടുള്ള സാധനങ്ങളായിരിക്കണം നിങ്ങൾ വാങ്ങേണ്ടത്. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതായിരിക്കണം ഫ്യൂച്ചറിൽ. 7ാമത്തതും അവസാനത്തതുമായിട്ടുള്ള മണി റൂൾ എന്ന് പറയുന്നത്, നമ്പറുകളായിരിക്കണം നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് കടന്നു വരേണ്ടത്. ഇമോഷൻസ് എന്ന് പറയുന്നത് 2ാമതായിരിക്കണം. ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, വീടെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കും കേരളക്കാർക്കും പ്രത്യേകിച്ചിട്ട് ഒരു വലിയ വികാരം തന്നെയാണ്. ഒരു വീടുണ്ടാകണം, സ്വന്തമായിട്ടൊരു വീട് വെക്കണം എന്നുള്ളത് ചിന്തിക്കുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷെ അതിനകത്ത് ഇമോഷൻസ് അധികം കടന്നു വരാൻ പാടില്ല. കടമെടുത്തത് കൊണ്ടും അല്ലെങ്കിൽ കഷ്ടപ്പെട്ടുകൊണ്ടും നമ്മളൊരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമായിരിക്കില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നിങ്ങൾ ഒരു വീടെടുത്തു. ആ വീടെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വീട്ടിൽ തന്നെ ഒരു 10 30 വർഷം നിങ്ങൾ ജീവിക്കണം. അതായത് ഒരു ചക്കലാട്ടുന്ന പശുവിൻ്റെ അവസ്ഥയായിരിക്കും, കാളയുടെ അവസ്ഥയായിരിക്കില്ലേ. ചക്കാട്ടുന്നത് കണ്ടില്ലേ, അതിന് ചുറ്റും കിടന്നിങ്ങനെ കറങ്ങുമായിരിക്കും. ഒരുപാട് നടക്കാൻ പറ്റും, പക്ഷെ അവിടെ തന്നെ കടന്നിട്ടേ നടക്കാൻ പറ്റുള്ളൂ, ദൂരേക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും. നമ്മുടെ ഒരു വീടും വെച്ചിട്ട് നമ്മളൊരു 30 വർഷം, കാരണം 30 വർഷം എന്ന് പറയാൻ കാരണം എന്താണ്, ആ വീട് പൊളിഞ്ഞു പോകുന്നൊരു സമയം വരേക്ക് നിങ്ങൾ അതിനകത്ത് തന്നെ ഇരിക്കുക എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ലിമിറ്റ് ചെയ്യുകയാണ്. പറക്കാനുള്ള സാഹചര്യത്തെ നിങ്ങളവിടെ കെട്ടിയിടുകയാണ്. എന്തിന്? അവിടെ ഒരു 30 വർഷം 40 വർഷം ആ വീട്ടിനകത്ത് തന്നെ കുത്തിരിക്കാനാണോ നിങ്ങൾ ഈ ലോകത്ത് ജനിച്ച് വന്ന് ജീവിക്കുന്നത്? നിങ്ങൾക്ക് ഈ ലോകത്ത് കാണണ്ടേ, ലോകത്തിലേക്ക് മുന്നോട്ട് പോകണ്ടേ, ഒരുപാട് നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇരിക്കുന്ന വീട്ടിൽ തന്നെ കാലങ്ങളോളം താമസിച്ചാൽ മതിയോ? ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പോയിട്ടൊന്ന് നാട്ടിൻപ്രദേശത്തെ ജീവിത രീതികളൊക്കെ ഒന്ന് ആസ്വദിക്കണ്ടേ? അവിടെ ഇരിക്കുന്നവരാണെങ്കിൽ ടൗണിൽ പോയിട്ട് ടൗണത്തെ ജീവിത രീതിയൊക്കെ ഒന്ന് അനുഭവിക്കണ്ടേ? സിറ്റികളിലേക്ക് ഒന്ന് പോകണം തോന്നുന്നില്ലേ? മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് താമസിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? സോ പറഞ്ഞു വരുന്നത്, വീട് വാങ്ങുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഡിസിഷൻ ആണോ എന്ന് നിങ്ങൾ നോക്കുക. അതായത് വാടകയ്ക്ക് നിങ്ങളിപ്പോൾ ഒരു 30 വർഷം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര എമൗണ്ടാണ് ചിലവാകുന്നത്? അതിനേക്കാൾ എത്രയോ എമൗണ്ട് മേലെ അല്ലേ സത്യം പറഞ്ഞാൽ 30 വർഷത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു വീട് കെട്ടുമ്പോൾ ചിലവാകുന്നത്. ഇതൊക്കെ ഒന്ന് കണക്കൂട്ടി നോക്കുമ്പോൾ ഏത് നമ്പറാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇമോഷൻസ് മാറ്റി വെച്ചിട്ട് നമ്പറുകൾ നിങ്ങൾ നോക്കുക, ഏതാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നത്. ഇങ്ങനൊരു പരിപാടി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ വിഷമിക്കേണ്ടി വരുമോ? പണത്തിനായി നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരുമോ? ടെൻഷൻ അടിച്ച് നിങ്ങൾക്ക് ജീവിക്കേണ്ടി വരുമോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. അതല്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പരിപാടി മാറ്റി വയ്ക്കാം. വീട് വേണ്ട, റെൻറ്റ് മതി, വാടകയ്ക്ക് പോയാൽ മതി, വീട് വാങ്ങണ്ട. അതല്ല കാറ് വാങ്ങണ്ട, നിങ്ങൾ ഊബറിനോ അല്ലെങ്കിൽ ഓല ബുക്ക് ചെയ്തിട്ട് പോയാൽ മതി, കാര്യം നടന്നാൽ മതിയല്ലോ. വാങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട കാര്യം അതിൻ്റെ നമ്പറുകളാണ്. ആ നമ്പറുകൾ നമ്മൾക്ക് നാളെ ബുദ്ധിമുട്ടില്ലെങ്കിൽ വാങ്ങാം, നാളേക്ക് ഇത് ബുദ്ധിമുട്ടാകുമെങ്കിൽ, EMI മറ്റതും അടച്ച് നമ്മുടെ സമാധാനം കെടുന്നുണ്ടെങ്കിൽ
ഒരിക്കലും ആ വഴിക്ക് പോകരുത്. ഇമോഷൻസിനെ രണ്ടാമത്തതാക്കി വെക്കണം. വീടാണെങ്കിലും കാറാണെങ്കിലും വാട്ട് എവർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.